ആവലാതിയോടെ പറഞ്ഞവൻ ബാൻഡേജ് അവളുടെ നെറ്റിയിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിച്ചു. വീണ്ടും അവൾ കരികിലേക്ക് ചേർന്ന് നിന്നവനെ കണ്ണിമ ചിമ്മാതെ അവൾ നോക്കി നിന്നു. സാറിനെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അവളുടെ സ്വരത്തിൽ നിരാശ കലർന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ നിസ്സഹായത നിഴലിക്കുന്ന മുഖഭാവമായിരുന്നു അവനിൽ നിലനിന്നിരുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ശ്രുതി ഞാൻ. ഒരുപാട് മനസ്സിലാവാത്ത പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് പഠിച്ചെടുത്ത് വിജയിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നോട്. അവനൊന്ന് നിർത്തി. പിന്നെ അവളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അല്പം വിദൂരതയിലേക്ക് നോട്ടം പതിപ്പിച്ചു. അവൻ്റെ മനസ്സിൽ അവനെ അലട്ടുന്ന എന്തോ ഉണ്ടെന്ന് അവൾക്കുറപ്പായിരുന്നു. അവൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പിന്നീട് ഒന്നും പറയാൻ അവൾ ശ്രമിച്ചിരുന്നില്ല. രണ്ടുപേരും മിഴികളാൽ മാത്രം മൗനം കൈമാറി. വിരഹത്തിൻ്റെ നോവ് പേറി ആ രാവ് കടന്നുപോയി. അതിരാവിലെ തന്നെ മകളെ തേടി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു അജിത. അജിത എത്തിയതും അവളിൽ നിന്ന് നോട്ടം മാറ്റി അകന്നു മാറാനാണ് സഞ്ജീവ് ശ്രമിച്ചത്. എങ്കിലും ആ മിഴികളിൽ അവനെ നേരെ പാറി വീഴുന്നുണ്ടായിരുന്നു. അകലും തോറും അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന, അവൾക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന ആ കണ്ണുകളുടെ കാന്തിക ശക്തി. ആശുപത്രിയിൽ ഉച്ചവരെ അവർക്കൊപ്പം നിന്ന് മരുന്നുകളും മറ്റും വാങ്ങി അവരെ വീട്ടിൽ കൊണ്ട് വിട്ടതിനു ശേഷമാണ് സഞ്ജയ് തിരികെ പോയത്. വീട്ടിൽ ചെന്നുവെങ്കിലും അവളുടെ മനസ്സ് സഞ്ജയ്ക്കൊപ്പം തന്നെയായിരുന്നു. തന്നെ കാണാതിരുന്നപ്പോൾ അവൻ്റെ കണ്ണിലുണ്ടായ ആകുലതയും ആദിയുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ അവന് തന്നോടുള്ള ആഴം എത്രയാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയിരുന്നു എന്നതാണ് സത്യം. തന്നോട് മനസ്സ് തുറക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷേ തന്നിൽ നിന്നും അവനെ അകറ്റുന്ന എന്തോ ഒരു കാരണം അത് അവനിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭീതിയാണ് തന്നോടൊന്നും പറയാൻ അവനെ അനുവദിക്കാത്തത്. അർഹിക്കാത്തതിന് ആഗ്രഹിക്കുന്നത് എന്നറിയാം. പക്ഷേ മനസ്സ് വാശി പിടിക്കുകയാണ്. കൊച്ചുകുട്ടിയെപ്പോലെ മനസ്സിനെ വരുതിയിലാക്കാൻ പലമുறை ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. പ്രണയം സിരകളിൽ നിറച്ച ആ മാന്ത്രികാനുഭൂതി അത്രയ്ക്കും തീവ്രമായിരുന്നു. തനിക്ക് രക്ഷയ്ക്കായി അവനെന്നും ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രണയമാണിത്. എന്തുകൊണ്ടായിരിക്കും ഇതുവരെ അവൻ വിവാഹം കഴിക്കാതിരിക്കുന്നത്? ഒരുപക്ഷെ മറ്റൊരു പ്രണയം ഉണ്ടായിരിക്കുമോ? ആ ചിന്ത പോലും അവളെ വേദനയിലാഴ്ത്തി. മറ്റൊരാളെ അവൻ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടാകുമോ? അവൾക്ക് വേണ്ടി മനസ്സിലുള്ള സ്നേഹം പങ്കുവച്ചിട്ടുണ്ടാകുമോ? സ്നേഹത്തോടെ ആലിംഗനം ചെയ്തിട്ടുണ്ടാകുമോ? പ്രണയ നിർഭാരമായ നിമിഷങ്ങളിൽ അവളെ പുണർന്നിട്ടുണ്ടാകുമോ? അലിവോടെ ആ കവിളിൽ ചുംബിച്ചിട്ടുണ്ടാകുമോ? അത്തരം ചിന്തകളിലേക്ക് പോയപ്പോൾ തന്നെ മനസ്സ് വേദനിക്കുന്നത് അവൾ അറിഞ്ഞു. എന്തിനാണ് തൻ്റെ ഹൃദയം ഇത്രമേൽ നോവുന്നത്? അത്രയും തീവ്രമായി അവൻ തന്നിൽ ഇടം നേടിയോ? ചോദ്യങ്ങളിൽ അനവധി ഉണ്ടെങ്കിലും ഉത്തരം ഒന്നു മാത്രമാണ്. പ്രണയം സിരകളിൽ അത്ഭുതവും അനുഭൂതിയും നിറക്കുന്ന പ്രണയം. താൻ അതിൻ്റെ പരിധിയിലായി കഴിഞ്ഞു. ഇനി അതിൽ നിന്നൊരു മോചനം അത് എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവനെ മറക്കാൻ സാധിക്കട്ടെ എന്ന് കരുതി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഓഫീസിൽ പോയില്ല. പിന്നെ കാണാൻ സാധിക്കാതെ ചങ്ക് പൊട്ടി പോകുമെന്ന് തോന്നിയ നിമിഷമാണ് തിരികെ ഓഫീസിലേക്ക് എത്തിയത്. ഇതിനിടയിൽ അവളെ ഒന്ന് ഫോൺ പോലും വിളിക്കാതെ അവൻ ഉരുകുകയായിരുന്നു. വെറുതെ ഒരു പ്രതീക്ഷയുടെ തിരുനാളം അവൾക്ക് വേണ്ടി നൽകരുത് എന്ന് അവനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നില്ലെങ്കിൽ വീട്ടിൽ പോയി കാണണമെന്ന് ഉറപ്പും അവൻ മനസ്സിലെടുത്തിരുന്നു. രണ്ടുപേർക്കും തിങ്ങി നിറയുന്ന പ്രണയമുണ്ട് മനസ്സിൽ. പക്ഷേ തുറന്നു പറയാനുള്ള അവസരങ്ങളില്ല. തിരികെ ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ ആ പഴയ ഗൗരവക്കാരനായി മാറിയിരുന്നു. ജോലിയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അവളോട് സംസാരിക്കില്ല. അറിയാതെ പോലും അവളുടെ കണ്ണുകളിൽ നോട്ടം പതിയാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ കണ്ണുകൾ തൻ്റെ കണ്ണുകളുമായി ഉടക്കിപ്പോയതിൽ നിന്ന് ഒരു മോചനം ഉടനെ ലഭ്യമല്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ജോലി തിരക്കുകളിലേക്ക് ഊളിയിട്ടപ്പോൾ അവനെ ശ്രദ്ധിക്കാൻ അവൾക്കും സമയം ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പരമാവധി രണ്ടുപേരും മാത്രമുള്ള കൂടിക്കാഴ്ചകളും ജോലികളും അവൻ വേണ്ടെന്ന് വെച്ചു. ഇതിനിടയിലാണ് കട്ടപ്പനയിലേക്ക് ഒരു അത്യാവശ്യമായ യാത്ര വേണ്ടി വന്നത്. ബിസിനസ് സംബന്ധമായ യാത്രയാണ്. അവളെ കൂടെ കൂട്ടണ്ടെന്ന് തന്നെയാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് ബിസിനസ് മീറ്റിംഗ് ആണെന്ന് ഓഫീസിൽ എല്ലാവർക്കും അറിയാം. തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ കൂട്ടേണ്ട യാത്രയുമാണ്. അതുകൊണ്ട് അവളെ കൂട്ടാതെ യാത്ര പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു സംശയം നൽകുന്ന അവസ്ഥയാകും എന്നവൻ ഉറപ്പായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ യാത്രയുടെ കാര്യം അവളോട് സഞ്ജയ് പറഞ്ഞു. ശ്രുതി, നാളെ കുറച്ച് നേരത്തെ വരണം. പറ്റുമെങ്കിൽ വെളുപ്പിനെ തന്നെ വരണം. നമുക്ക് കട്ടപ്പന വരെ പോകണം. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. രാത്രിയാവും മുൻപ് തിരികെ വരാൻ പറ്റും. ഗൗരവത്തോടെ തന്നെയാണ് അവൻ പറഞ്ഞത്.
അവളൊന്ന് തലയാട്ടിയെങ്കിലും ഉള്ളിലൊരു സന്തോഷം അവളറിഞ്ഞു. കുറച്ച് സമയങ്ങളെങ്കിലും അവനുമൊത്ത് യാത്ര ചെയ്യാമല്ലോ, അവനെ ഒറ്റയ്ക്ക് കാണാമല്ലോ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അവൻ തനിക്ക് മുൻപിൽ അവൻ്റെ ഉള്ളു തുറന്നാലോ? അങ്ങനെ ഒരു ആശ്വാസമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നത്. അമ്മയോട് യാത്ര കുറിച്ച് പറഞ്ഞു. അജിതയ്ക്ക് ലോകത്തിലിപ്പോൾ മറ്റെന്തിനേക്കാളും വിശ്വാസം സഞ്ജയെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊപ്പം ഒരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പഴയതുപോലെയുള്ള ഭയം ഇപ്പോൾ അവരിലും നിറയില്ല. അന്നത്തെ രാത്രി ശ്രുതി ഉറങ്ങിയില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയതിനു ശേഷമാണ് ഓഫീസിലേക്ക് ചെന്നപ്പോഴേക്കും സഞ്ജയ് റെഡിയായി കഴിഞ്ഞിരുന്നു. ദീർഘദൂര യാത്രകൾക്ക് ഡ്രൈവറെ സഞ്ജയ് ഒപ്പം കൂട്ടാറില്ല. സഞ്ജയ് തന്നെയാണ് വണ്ടി ഓടിക്കാറുള്ളത്. സഞ്ജയ്ക്കൊപ്പം ശ്രുതിയും കാറിലേക്ക് കയറിയിരുന്നു. പ്രത്യേകമായി അവളോടൊന്ന് സംസാരിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. നല്ല ദൂരമുണ്ട്, താൻ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോളൂ, അതിന് സമയമുണ്ട്. ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ പറഞ്ഞു. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി സർ. വിദൂരതയിലേക്ക് കണ്ണു നട്ടു മറുപടി പറഞ്ഞവൾ. അവൾ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് സഞ്ജയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നീടുള്ള യാത്രയിൽ ആധിപത്യം ഉറപ്പിച്ചത് മൗനമായിരുന്നു. ഹോട്ടലിന് മുൻപിൽ വണ്ടി നിർത്തിയപ്പോഴാണ് മണിക്കൂറുകൾ നീണ്ട യാത്രയിൽ ഇരുവരും പരസ്പരം സംസാരിച്ചില്ലെന്ന് അവർ തന്നെ മനസ്സിലാക്കിയെടുത്തത്. സമയം പോയതും അറിഞ്ഞില്ല. രണ്ടുപേരും അവരുടേതായ ചിന്താഭാരങ്ങളിലായിരുന്നു. ശ്രുതി സ്ഥലമെത്തി. മറ്റേതോ ലോകത്ത് വിഹരിക്കുന്നവളെ അവനൊരു വാക്കുകൊണ്ട് തിരികെ കൊണ്ടുവന്നു. ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവൾ മുൻപിലേക്ക് നോക്കി. അപ്പോൾ പാലസ് എന്നെഴുതിയ ഒരു ഹോട്ടലാണ് കാണുന്നത്. അവനോടൊന്നും പറയാതെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്തതിനു ശേഷം തോളിലേക്കിട്ട് അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. തനിക്ക് മുഖം തരാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന് വേദന തോന്നിയിരുന്നു. വല്ലാത്തൊരകലം അവൾ ഇടുന്നുണ്ട്. അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നോവ് സൃഷ്ടിക്കുന്നു എന്നതാണ് സത്യം. ഒരിക്കലും അവളോട് മനസ്സ് തുറക്കാൻ തനിക്ക് സാധിക്കില്ല. പക്ഷേ അവൾ തന്നോട് കാണിക്കുന്ന അകലം അതുതന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അകത്താണ് കോൺഫറൻസ്. ശബ്ദം പരമാവധി മയപ്പെടുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞിട്ടും അവളിൽ യാതൊരു ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. അവന് പിന്നാലെ അവനെ അനുഗമിക്കുമ്പോൾ അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. കോൺഫറൻസ് ഹാളിൽ വെച്ച് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെറിയൊരു നോട്ട് പാഡിൽ അവൾ എഴുതിയെടുത്തിരുന്നു. കൃത്യം 3.5 മണിക്കൂറിന് ശേഷം മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി. സമയം ഏതാണ്ട് 2:15 അവളുടെ മുഖത്ത് കാലത്ത് കണ്ട അതേ നിസ്സംഗഭാവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സമയം ഇത്രമായില്ലേ, ഭക്ഷണം വല്ലതും കഴിച്ചാലോ? ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. സാറ് കഴിച്ചോളൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വിശപ്പുമില്ല. അവിടെയും അവൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ വീഴ്ത്തിയിരുന്നു അവളുടെ സംസാരം. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയേക്കാം, ഒരുപാട് ലേറ്റ് ആവാതെ തിരികെ വീട്ടിൽ കൊണ്ട് തന്നെ വിടാം. ഗൗരവത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അതിനെയും എതിർത്തില്ല. നെഞ്ചിലൊരു കടാര കുത്തുന്ന വേദന സഞ്ജയ് അറിഞ്ഞു. എന്തിനാണ് തൻ്റെ ഹൃദയം അവളുടെ അവഗണനയിൽ ഇത്രമേൽ മുറിപ്പെടുന്നത്? അവഗണനയ്ക്ക് ഇത്രയും വീര്യമുണ്ടോ എന്ന് അവൻ ചിന്തിച്ചു പോയിരുന്നു. ശ്രുതി, തനിക്കെന്താ പറ്റിയത്? തൻ്റെ അമ്മ എടുക്കൊക്കെ എവിടെ പോയി? തിരികെ യാത്രയിൽ സഞ്ജയ് ചോദിച്ചു. താനിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ എനിക്കത് കാണുമ്പോൾ വല്ലാത്ത വിഷമം പോലെ. ഞാൻ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. സാറ് തരുന്ന ശമ്പളത്തിന് ജോലി കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് സാറ് നോക്കിയാൽ മതി. ആ ജോലിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിനെക്കുറിച്ച് എന്നോട് ധൈര്യമായി സംസാരിച്ചോളൂ. അതിന് വ്യക്തമായ ഒരു മറുപടി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അല്ലാതെ ഫുൾ ടൈം സന്തോഷത്തോടെ ഇരിക്കണം, നമ്മൾ തമ്മിലുള്ള കരാറിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ ജോലിക്ക് കയറുന്നതിന് മുൻപ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഈ കമ്പനിയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ സന്തോഷത്തോടെ ഇരുന്നോളാം. വെട്ടി തുറന്നുള്ള അവളുടെ മറുപടി ദേഷ്യവും സങ്കടവും ഒരുപോലെ തന്നെ സഞ്ജയ്ക്ക് വന്നു. ആ ദേഷ്യം അവൻ തീർത്തത് വണ്ടിക്കൽപ്പം സ്പീഡ് കൂട്ടിയിട്ടാണ്. സർ, ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ജീവൻ പണയം വെച്ചൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എന്നെ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ട്. അതിനും തക്ക മറുപടി തന്നെയാണ് അവൾ നൽകിയത്. എന്നാൽ ആ വാക്ക് അവനെ ഒരു നൊമ്പരം സൃഷ്ടിച്ചിരുന്നു. വീണ്ടും മനസ്സൊരു 17കാരനാകും പോലെ. കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ടാകുമെന്ന് അവൾ പറഞ്ഞപ്പോൾ ആ ഒരുപാട് പേരിൽ ആരെങ്കിലും അവളെ പ്രിയപ്പെട്ടതായി കരുതുന്ന ആളായിരിക്കുമോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഇനി അങ്ങനെ ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാകുമോ തന്നോട് അവൾ ഈ അകൽച്ച കാണിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ? അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സ് വിങ്ങുന്നത് സഞ്ജയ് അറിഞ്ഞു.
കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അധികം ആൾതാമസമില്ലാത്തൊരു വഴിയിലൂടെയാണ് വണ്ടി പോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് സഞ്ജയ്ക്ക് തോന്നിയിരുന്നു. അവൻ കാറ് നിർത്തി. മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വണ്ടിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഡ്രൈവ് ചെയ്തിട്ട് അത്ര ശരിയാവുന്നില്ല. അവൻ പുറത്തേക്കിറങ്ങി വണ്ടി മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ ഒന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുറകിലെ ടയർ പഞ്ചറായി എന്നും അതിൽ നിന്നും കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവൻ കണ്ടത്. മുട്ടുകുത്തിയിരുന്ന് അവൻ അതിലേക്ക് തന്നെ നോക്കി. ടയർ നന്നായി കീറിയിട്ടുണ്ട്. ഏതോ മുള്ളിലോ മറ്റോ കൊണ്ടതാണ്. അങ്ങോട്ടുള്ള റോഡും അത്ര നല്ലതായിരുന്നില്ലല്ലോ. തലയ്ക്ക് കൈവച്ച് ഇരുന്നു പോയി സഞ്ജയ്. അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തുപറ്റി? അവൾ ചോദിച്ചു. കണ്ടില്ലേ, ടയർ പഞ്ചറായി. അതിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ആവലാതിയോട് അവൾ ചോദിച്ചു. എന്ത് ചെയ്യാൻ? സാധാരണ ടയർ പഞ്ചറായ പഞ്ചർ ഒട്ടിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ല. എവിടെയാണ് വർക്ക്ഷോപ്പ് എന്നും അറിയില്ല. അവൻ കാർ തുറന്ന് തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. നാശം പിടിക്കാൻ. ദേഷ്യത്തോടെ അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ ശ്രുതി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു തുള്ളി പോലും റേഞ്ചില്ല. പെട്ടെന്ന് അവൾ ബാഗിൽ നിന്നും തൻ്റെ ഫോൺ എടുത്തു നോക്കി. അവൻ പറഞ്ഞത് സത്യമാണ്. റേഞ്ച് ഒട്ടുമില്ല. ഇനി എന്ത് ചെയ്യും? നമ്മളിവിടെ പെട്ടുപോകുമെന്നാണ് തോന്നുന്നത്. അടുത്തും ഒരു വീട് പോലും കാണുന്നില്ല. നമുക്ക് കുറച്ച് മുൻപോട്ട് നടന്നു നോക്കാം. എന്തെങ്കിലും കാണാതിരിക്കില്ല. വണ്ടി ലോക്ക് ചെയ്തതിനു ശേഷം മുന്നോട്ട് നടന്നു അവൻ. അവനെ അനുഗമിക്കുകയല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. അവന് പിന്നാലെ അവളും നടന്നു. കുറേയധിക ദൂരം നടന്നിട്ടും ഒരു കടയോ വീടോ കണ്ടില്ല. കുറച്ചുകൂടി നടന്നപ്പോഴാണ് ചെറിയൊരു പെട്ടിക്കട കണ്ടത്. രണ്ടുപേർക്കും ചെറിയ ആശ്വാസം തോന്നി. സഞ്ജയ് തന്നെയാണ് കടയുടെ അരികിലേക്ക് നടന്നത്. കടക്കാരനോട് കാര്യം പറഞ്ഞതും അയാൾ എന്തൊക്കെയോ സഞ്ജയോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്ന് സഞ്ജയുടെ മുഖത്തേക്ക് അവൾ പ്രതീക്ഷയോടെ നോക്കി. ഇവിടുന്ന് കാലത്തെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി വേണം അടിവാരത്തേക്ക് പോകാൻ. അവിടെ ചെന്ന ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ബസ്സൊന്നും ഇവിടെ നിന്ന് കാണില്ലെന്ന്. സമയം 4 മണിയോടടുത്തു. ഇനി കോടമഞ്ഞ് കയറാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ യാത്ര ബുദ്ധിമുട്ടാവും. റോഡിൽ ചിലപ്പോൾ ആനയും കാണും. സഞ്ജയ് പറഞ്ഞപ്പോൾ നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. തന്നെ പരിചയപ്പെട്ട ദിവസം മുതൽ എനിക്ക് പറ്റുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. അവരുടെ മുഖത്തേക്ക് നോക്കി അവനൊരു തമാശ പോലെ പറഞ്ഞപ്പോൾ അതത്ര അവൾക്ക് രസിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മൾ ഈ റോഡിൽ നിൽക്കാൻ പോവുകയാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. വേണ്ട, റോഡിൽ നിൽക്കണമെന്നൊരു നിർബന്ധവുമില്ല. താൻ ആ കടയുടെ തിണ്ണയിലേക്ക് കയറിയിരുന്നു. നാളെ കാലത്ത് വരെ അവിടെ ഇരുന്നു. ദേഷ്യത്തോടെ അവൾ അവനെ കലിപ്പിച്ചു നോക്കിയപ്പോൾ അവന് ചിരി വന്നിരുന്നു. തൽക്കാലം താമസിക്കാനുള്ള സൗകര്യം ആ ചേട്ടൻ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 5 മണി കഴിഞ്ഞ് ആൾക്ക് വരാൻ പറ്റൂ. പോയിട്ട് 5 മണിയാകുമ്പോൾ വരാനാ പറഞ്ഞത്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് പോവാൻ പറ്റില്ലേ? ആകുലതയോടെ അവൾ ചോദിച്ചു. പറന്നു പോകാൻ നമുക്ക് ചിറകൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞവൻ തിരികെ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയിരുന്നു ശ്രുതി.